ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇവിടെ ഞങ്ങൾ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ പൊടിയൊക്കെ കുഴച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അനുക്കുട്ടിയാണ് ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. എനിക്കധികം കൈക്ക് ബലം കൊടുക്കാൻ പറ്റത്തില്ല. വെയിറ്റ് എടുക്കാനും അതുപോലെ തന്നെ ഇതുപോലെ കൈക്ക് ബലം കൂടുതൽ പ്രയോഗിക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ കുറച്ച് ദിവസമായിട്ട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അനുക്കുട്ടിയാണ് ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഞാനിവിടെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സവോള റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുട്ട വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് മുട്ട ഇപ്പോഴത്തെ മുട്ട എന്ന് പറയുന്നത് നല്ലതൊന്നുമല്ല. നമ്മളൊരു 4 മുട്ട വേവിക്കാനിട്ടിട്ട് അതിൽ നിന്നൊരു 2 കിട്ടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ മുട്ട റോസ്റ്റും ഇടിയപ്പവും ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് മോൾക്ക് പോകാനൊക്കെ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോള് ചോറ് കൊണ്ടുപോകത്തില്ല. 1 മണിയാകുമ്പോൾ ക്ലാസ് കഴിയും. പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും അവിടുന്ന് തന്നെ കഴിച്ചിട്ട് തന്നെ പോരുകയാണ്. ചോറ് കൊണ്ടുപോയി അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് പോരുന്നത്. എല്ലാവരും ഹോസ്റ്റലിലേക്ക് നിൽക്കുന്ന കുട്ടികളാണ്, അതുകൊണ്ട് ചോറ് ആരും കൊണ്ടുവരികയൊന്നുമില്ല അവിടെ. അങ്ങനെ മോള് പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഞങ്ങൾക്ക് അടുക്കളയിൽ ബാക്കി ജോലികളുണ്ട്, കുറച്ച് പൊടികളും കൂടെ അതിലുണ്ട്. ബാക്കിയും കൂടെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പിന്നെ ഞാൻ പത്രം എടുത്ത് വെച്ചിട്ട് വായിച്ചിട്ടില്ലായിരുന്നേ. രാവിലെ ന്യൂസ് നോക്കിയില്ലെങ്കിൽ നടക്കുകയില്ല. അപ്പോൾ മോള് പോയി കഴിഞ്ഞാണ് ഞാൻ പത്രം നോക്കുന്നത്. അയ്യോ, പ്രൈവറ്റ് ബസ് സമരമാണ്, മിന്നൽ പണിമുടക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിലുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്നിട്ട് അനുക്കുട്ടിയോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോഴുകൊണ്ട് മോള് വിളിക്കുകയും ചെയ്ത്, അമ്മ ബസ്സില്ലല്ല. കണിച്ചുളങ്ങര ചെന്ന് സൈക്കിളിൽ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ബസ്സില്ലാത്ത കാര്യം അറിയുന്നത്. നമുക്ക് ഈ ആലപ്പുഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സമരം. മിന്നൽ പണിമുടക്കാണെന്ന് നമ്മൾ പത്രം നോക്കിയപ്പോഴാണ് മനസ്സിലായത്. രാവിലെ നോക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ, ജോലിയുടെ ഇടക്ക് നോക്കിയില്ലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മോളോട് പറഞ്ഞ് ഇങ്ങോട്ട് പോരി, എന്നിട്ട് മോൻ എന്തായാലും ഇന്ന് പോകണ്ടായിരുന്നു, വീട്ടിൽ ഇരുന്നുള്ള വർക്കായിരുന്നു. പിന്നെ സൈക്കിളോടെ കൊണ്ടുവച്ചിട്ട് മോൻ തന്നെ വണ്ടിയെ കൊണ്ടുവന്ന് കവലയിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എറണാകുളം ബസ്സിന് കയറ്റി വിട്ടിട്ടാണ് മോൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത് രാവിലെ തന്നെ മഴ പെയ്തിട്ട് നല്ല മഴയായിരുന്നു. ആ മഴ കഴിഞ്ഞത് കാരണം പിന്നെ കുഴപ്പമില്ല. അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് കൊണ്ടാക്കി കഴിഞ്ഞിട്ട് മോൻ തിരിച്ച് വന്ന്, മോന് വർക്കുണ്ട്. അപ്പോൾ ഇന്ന് കൊച്ചിയിലേക്ക് പോകണ്ട, ഇന്ന് വീട്ടിൽ ഇരുന്ന് തന്നെ വർക്ക് ചെയ്താൽ മതി. ആഴ്ച 3 ദിവസം പോയാൽ മതി, 2 ദിവസം വീട്ടിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ വീഡിയോ അപ്ലോഡ് ആകാൻ വേണ്ടിയിട്ടേ ഫോൺ ഇവിടെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നതായിരുന്നു. മാത്രമല്ല ചാർജ് ചെയ്യാൻ വേണം, ഫോണിന് ചാർജും കുറവാണ്, വീഡിയോ അപ്ലോഡ് ആകാൻ വേണം. ഇവിടെയാണ് വൈഫൈ കണക്ഷൻ. നമുക്ക് 5G കിട്ടണമെങ്കിൽ മുകളിൽ കൊണ്ടുവരണം, താഴെ 5G കിട്ടത്തില്ല. അപ്പോൾ പെട്ടെന്ന് വീഡിയോ വീഴണമെന്നുണ്ടെങ്കിൽ മുകളിൽ തന്നെ വെച്ചാലേ പറ്റത്തുള്ളേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുകളിൽ കൊണ്ട് ഫോൺ വെച്ചേച്ചുമാണ് പിന്നെ താഴത്തേക്ക് വന്നത്. മുട്ട റോസ്റ്റിനായിട്ട് സവോളയൊക്കെ പൊളിച്ചതിൻ്റെ തൊലിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെടിക്കൊക്കെ ഇടാമല്ല എപ്പോഴും. പിന്നെ നമ്മൾ സവോളത്തൊലി അങ്ങനെ കളയാറില്ല, നമ്മൾ ചെടിക്ക് തന്നെ ഇടുന്നത്. പച്ചക്കറിയുടെ ഒക്കെ വളം കൂടുതലാണെന്ന് കാണുമ്പോൾ മാത്രമേ നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലും പച്ചക്കറിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇടാറുള്ളൂ. അപ്പം ഞാൻ ആ ചെടിക്ക് തന്നെ, റോസയ്ക്ക് തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ വാതിക്കാൻ വന്നിട്ട് അതൊക്കെ. അപ്പം നോക്കുമ്പോഴുണ്ട് അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഉള്ളിത്തൊലി ഇടുമ്പോഴത്തേക്ക് ഉള്ളി കിളുത്ത് വരും. പിന്നെ കൂർക്കയില്ലേ, കൂർക്ക, ഇതൊക്കെ അതിൽ കിളുത്ത് നിൽക്കുന്നത്. ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ഒരു വെള്ള റോസ അവിടെ ചെടിച്ചട്ടിൽ നിന്നിട്ടേ മുഴുവനും ഇലയും ഇങ്ങനെ പുഴുവാണ് എന്തോ, വല്ല പ്രാണിയാണോന്ന് അറിയത്തില്ല, തിന്നിങ്ങനെ പകുതിയാക്കി വെച്ചിരിക്കണ ഇലയല്ല. എനിക്കത് കണ്ടപ്പോൾ സങ്കടം വന്ന കാര്യം, നന്നായിട്ട് പിടിച്ചു വന്ന റോസയായിരുന്നു. അപ്പോൾ അതെന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെയൊക്കെ നോക്കി, പിന്നെ പുഴു ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊന്നും അവിടെ എങ്ങൊന്നും കാണുന്നില്ല. ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാനിവിടെ ഒന്ന് ക്ലീനാക്കി ഇട്ടതായിരുന്നു. മഴ പെയ്ത കാരണം പെട്ടെന്ന് പുല്ലെല്ലാം കിളുത്ത്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഒരു വെയിലറിക്കുന്ന ഒരു ദിവസം വേണം ഇനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാനായിട്ട്. അങ്ങനെ അതെല്ലാം ഒന്ന് നോക്കി അഴിച്ചൊക്കെ പുറത്തിറങ്ങുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ ചെടികളും പിന്നെ നമുക്ക് പരിസരമൊക്കെ ഒന്ന് നമുക്ക് നോക്കിയിട്ടൊക്കെ അല്ലേ നമ്മൾ രാവിലെയൊക്കെ നമ്മുടെ ജോലിയൊക്കെ ഇതല്ലേ. രാവിലെ ചെറിയ വെയിലൊക്കെ എറിക്കുന്നുണ്ട്, നമുക്ക് അനുകൂലമാകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരുപാട് ചൂടുള്ള വെയിലൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പം ഞാൻ അനുക്കുട്ടിയും കൂടെ ആ തുണിയെല്ലാം എടുത്തിട്ട് ഞങ്ങൾ ടെറസിൽ വന്നതെല്ലാം ഒന്ന് വിരിച്ചിട്ട്, പിന്നെ നമുക്ക് മഴ പെയ്യണേ പെട്ടെന്ന് തന്നെ പെറുക്കി എടുക്കുകയും ചെയ്യാം. നല്ല കാറ്റും ഉണ്ട്, കാറ്റത്താകുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ തുണി ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ വെയിലുള്ള സമയത്ത് ഇട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. കാര്യം വെച്ചാൽ നമുക്ക് അത്യാവശ്യത്തിന് ഡ്രസ്സ് വേണ്ടേ, അത് ഉണക്കിയെടുക്കാൻ. ഈ മഴക്കാലത്ത് ഡ്രസ്സ് ഉണക്കിയെടുക്കാൻ ഭയങ്കര പാട് തന്നെയാണ്. പിന്നെ നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ ഡ്രസ്സിനൊക്കെ ഒരു വല്ലാത്തൊരു സ്മെല്ലുമായിരിക്കും. പിന്നെ
നമ്മൾ കംഫർട്ടിലൊക്കെ മുക്കിയിട്ടൊക്കെയാണ് ഇടുന്നത്. ഉച്ചക്കത്തേക്ക് പിന്നെ പാചകത്തിനായിട്ട് അടുക്കളയിലൊന്നും കയറേണ്ടി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ചോറും ഒക്കെ വെച്ചിട്ട് ഇന്നലത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു. മോര് കാച്ചിയതും തീയലും ഒക്കെ ഇരുന്നത് കൊണ്ട് ഉച്ചയ്ക്ക് അതൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ കഴിക്കാനൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്കത്തെ പാചകമൊന്നും ഞാൻ പിന്നെ എടുത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. രാവിലെ തന്നെ എല്ലാം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തുള്ള പണികളൊക്കെ ആയിട്ട് അങ്ങനെ നടന്ന്, പ്രത്യേകിച്ച് നമുക്ക് ഈ തുണികളൊന്ന് ഉണക്കിയെടുക്കുക എന്നുള്ളത് വല്ലാത്ത ഒരു ടാസ്ക് തന്നെയാണ്. അതെല്ലാം ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. കാര്യം അവിടെ ഇങ്ങനെ ഉണക്കാനായിട്ട് കൊണ്ടിടുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മടക്കി വയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ അഴയിലൊക്കെ ഇട്ട് അകത്തൊക്കെ കൊണ്ട് തുണിയിടുന്നതിനോട് പണ്ടേ ഇഷ്ടക്കുറവാണ്. പിന്നെ മഴക്കാലം ആകുമ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ അകത്തൊക്കെ ഇടുന്നത്. പിന്നെ ഇതിന് ശേഷം ഞങ്ങൾ തുണികളൊക്കെ ഉണങ്ങാനിട്ടതിന് ശേഷം പിന്നെ താഴെ പോയിട്ട് ഞങ്ങൾ 3 പേരും ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഓരോ സ്ഥലത്തൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാനൊന്നും കണ്ടൻറ്റായിട്ടൊന്നും ഇല്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോഴാണ് അച്ഛൻ വന്നത്. പെട്ടെന്നൊരു തീരുമാനിച്ച് വന്നതാണ് അച്ഛൻ. അറിയത്തില്ലായിരുന്നു, വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, പെട്ടെന്ന് വന്നതാണേ. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ തന്നെ അതിശയിച്ചു പോയി. കാര്യം സാധാരണ വിളിച്ച് പറയാറുണ്ട്, ഇത് പെട്ടെന്ന് തീരുമാനിച്ച് അച്ഛൻ വന്നതായിരുന്നു. അച്ഛൻ വന്ന സമയത്ത് തന്നെ മോളും വിളിച്ചിട്ടുണ്ടായിരുന്നു, കവലെ വന്നിട്ടുണ്ട്, ചെന്ന് കൊണ്ടുപോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കണ്ണൻ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ അങ്ങോട്ട് പോയ പുറകെ തന്നെ നല്ല മഴയും വീണിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടിയിൽ കോട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും അനിക്കുട്ടിയും കൂടെ അടുക്കളയിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു ചായ ഇടാനായിട്ട്. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ പേരക്കുട്ടികൾക്ക് കൊണ്ടുവന്ന പലഹാരമാണ് മുട്ട പപ്സ്, ക്രീം ബണ്ണുണ്ടായിരുന്നു, പിന്നെ ഉഴുന്നുവട, പരിപ്പ് വട. അച്ഛൻ എപ്പോൾ വന്നാലും പലഹാരം എന്തെങ്കിലും ആയിട്ടേ വരാറുള്ളൂ. പിന്നെ ഞാൻ ചോദിച്ചു, പറയാതെ പെട്ടെന്ന് വന്നതിൻ്റെ കാരണം ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറയണത്, മോൾക്കില്ലേ ഡിഗ്രിക്ക് റാങ്ക് കിട്ടിയായിരുന്നല്ലോ, 2nd റാങ്ക് ആയിരുന്നു. അത് അച്ഛനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ വകയായിട്ട് ഒരു പ്രസൻറ്റ് മോൾക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ വന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5:30 കഴിഞ്ഞപ്പോൾ അച്ഛൻ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മഴയൊക്കെ മാറി ചെറിയ തെളിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാളെ പോകാമെന്ന് അച്ഛനോട് പറഞ്ഞു നോക്കി. പക്ഷേ അച്ഛൻ പറഞ്ഞ് വേറെ ദിവസം വരുമ്പോൾ നിൽക്കാം, വീട്ടിലെ അമ്മയ്ക്ക് കാലിങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിയിട്ടൊക്കെ ഇരിക്കുകയാണേ. അപ്പോൾ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛനും കൂടെ ഇല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സി യു.